മെറ്റനോയ യൂട്യൂബ് മിനിസ്ട്രീസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ലവോദിക്ക സഭയുമായിട്ട് ഉള്ള കാര്യങ്ങളായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ സഭ ഏത് രീതിയിൽ ഡീഗ്രേഡ് ചെയ്തു പോയി എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. 1900 തൊട്ട് ഇങ്ങോട്ടുള്ള സമയത്തുള്ള സഭയാണ് ലവോദിക്ക സഭ. ഇത് കർത്താവിൻ്റെ വരവിങ്കൽ എന്ന് പറഞ്ഞാൽ സീക്രട്ട് വരവ്, അതിൽ വരെ ഈ സഭ കാണും. അതിൽ ഈ സഭയിലുള്ള ചില ഡീഗ്രഡേഷൻ കാരണം ഇപ്പോഴും നമുക്കറിയാം ശാസ്ത്രവും അതുപോലെ ഒക്കെ ധാരാളമായി മെഡിക്കൽ സയൻസും ഒക്കെ ധാരാളമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ ദൈവത്തിന് പ്രാധാന്യമില്ലാതെ മനുഷ്യൻ കോംപ്രമൈസിന് പോയി. ഈ ലോകത്തിൽ അവനെ ഡിസൊബീഡിയൻസ് വന്നു, അവനെ പിശാച് ഡിസീവ് ചെയ്തു. അത് കഴിഞ്ഞ് അവനൊരു ഡിഫീറ്റ് വന്നു. അത് കഴിഞ്ഞ് അവസാനം അവൻ മരണത്തിലേക്ക് വരുന്ന, ഡെത്തിലേക്ക് വരുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇവിടെ പറയുന്നത് ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ വായിൽ നിന്ന് ഉമിണ്ടുകളയും. വെളിപ്പാട് പുസ്തകം 3:16 വാക്യമാണ് വായിച്ചത്. അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സംസാരിച്ചു. അതിനകത്ത് 17 വാക്യത്തിൽ പറഞ്ഞ്, ഞാൻ ധനവാൻ സമ്പന്നരായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയുകയാൽ. ഈ 17 വാക്യത്തിൽ അവരുടെ കണ്ടീഷൻ അതിനകത്ത് പറയുകയാണ്. ഈ കണ്ടീഷനൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. പണം ധാരാളമുണ്ട്, എന്നാൽ ഇവിടെ ദരിദ്രനാണ് എന്നാണ് പറയുന്നത്. ഹോസ്പിറ്റലുണ്ട്, എന്നാൽ നീ കുരുടനാണെന്നാണ് പറയുന്നത്. ഗാർമെന്റ് ഫാക്ടറി ഉണ്ട്, എന്നാൽ നീ നഗ്നനാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താണ് നീ ചെയ്യേണ്ടതെന്നുള്ളത് 18 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. യു നീഡ് ക്രൈസ്റ്റ് റിച്ചസ്. കർത്താവിൻ്റെ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന് അത് നീ വാങ്ങണം. നമുക്കറിയാം പഴയ സമയങ്ങളിൽ ഈ പണം ഒക്കെ കൂടുതലും കരുതിയിരുന്നത് സ്വർണ്ണ നാണയങ്ങളിലാണ് കരുതിയിരുന്നത്. കാരണം അക്യുമുലേറ്റ് ചെയ്യുന്ന, കാരണം ബാങ്കിലൊക്കെ കറൻസീസ് ഉണ്ട് എങ്കിൽ പോലും ആ സമയങ്ങളിൽ കോയിൻസ് ഒക്കെ വന്ന സമയങ്ങളാണ്. എന്നാൽ പോലും കൂടുതലായിട്ട് സ്വർണത്തിലും ഒക്കെയാണ് സൂക്ഷിക്കുന്നത്. ഇവിടെ കർത്താവ് പറയാണ്, ബൈ ഗോൾഡ് ഫ്രം മീ, ബൈ റിഫൈൻ ബൈ ഫയർ. എന്താണ് ഇത് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ സാൽവേഷൻ. രക്ഷ എന്നിൽ നിന്ന് നീ വാങ്ങുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്തിനാണ് രക്ഷ വാങ്ങുന്നത്, എങ്ങനെയാണ് വാങ്ങുന്നതെന്നുള്ള ഒരു ചിന്ത ചിലപ്പോൾ നമുക്കത് തെറ്റായിട്ട് തോന്നും. രക്ഷ സൗജന്യമല്ലേ? ദൈവം അതിനൊരു കോസ്റ്റ് കൊടുത്താണ് രക്ഷയ്ക്ക്. എന്നാൽ ഇതൊരു ബാങ്കിങ് ടേമിലാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവർ ഭയങ്കര റിച്ചാണ്. അവിടെ ബാങ്കിൻ്റെ ഒരു സെൻറ്ററൊക്കെ ആണല്ലോ. അവിടെ കൊമേഴ്സ്യലി മൈൻഡഡ് ആയിട്ടുള്ള ലവോദിക്കനെ സംബന്ധിച്ചിടത്തോളം അത് എന്നിൽ നിന്ന് വാങ്ങുക എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. നമുക്കറിയാം വിശ്വാസം എന്ന് പറയും, ഫെയ്ത്ത് ഈസ് മോർ പ്രഷ്യസ് ദാൻ ഗോൾഡ്. 1 പത്രോസ് 1:7 പറയുന്നതാണ്. വിശ്വാസം സ്വർണത്തേക്കായും വിലയുള്ളതാണ്, ആ വലിയ വിശ്വാസം. അതുകൊണ്ട് യേശുക്രിസ്തു ഇന്ന് ഒരു ട്രൂ സാൽവേഷൻ, സത്യമായിട്ടുള്ള രക്ഷ നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നു. അതെൻ്റെ നിന്ന് വാങ്ങുക എന്നുള്ളതാണ് പറയുന്നത്. സോ യു നീഡ് ക്രൈസ്റ്റ് റിച്ചസ്. രണ്ടാമത് പറയുന്നത് യു നീഡ് ക്രൈസ്റ്റ് റൈച്ചസ്നെസ്. ദൈവത്തിൻ്റെ നീതി ആവശ്യമാണ്. ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ള ഉടുപ്പ് നീ എന്നിൽ നിന്ന് വാങ്ങണം. നേരത്തെ കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞതാണ് വെള്ള ഉടുപ്പിൻ്റെ കാര്യം. വെള്ള ഉടുപ്പ് സ്പീക്സ് പ്യൂരിറ്റി ആൻഡ് റൈച്ചസ്നെസ്, നിർമ്മലതയും നീതിയും കാണിക്കുന്നതാണ്. കർത്താവിൻ്റെ രക്തം, ആ ലാംബ് ഓഫ് ഗോഡ്, കർത്താവിൻ്റെ മനുഷ്യപുത്രൻ്റെ രക്തം, അല്ലെങ്കിൽ ബ്ലഡ് ഓഫ് ലാംബ് നമ്മൾക്ക് ഒരു റൈച്ചസ്നെസ്, ഒരു നീതി നമുക്ക് ഇമ്പ്യൂട്ട് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്നു. അതിൽ കൂടി നമ്മുടെ സ്പിരിച്വൽ നേക്കഡ്നെസ്, ആത്മീയമായിട്ടുള്ള വസ്ത്രമില്ലായ്മ, ആത്മീയമായിട്ടുള്ള നഗ്നത, അതെല്ലാം മാറിപ്പോയി ദൈവത്തിൻ്റെ ആ നീതിയായിട്ടുള്ള വസ്ത്രം ദൈവം നമ്മളെ ഉടുപ്പിക്കുന്ന അനുഭവം. അല്ലെങ്കിൽ ആ ന്യായവിസ്താര സമയത്ത് നിൻ്റെ ആ നേക്കഡ്നെസ് റിവീൽ ചെയ്യും, നിൻ്റെ അനീതി റിവീൽ ചെയ്യപ്പെടും.
അതുകൊണ്ട് നീതിയുള്ള ദൈവത്തിൻ്റെ വസ്ത്രം വാങ്ങിച്ച് ഉടുക്കാനായിട്ട് ദൈവം ഇവിടെ പറയുകയാണ്. നേരത്തെ സൂചിപ്പിച്ചാണ് ബ്ലാക്ക് ഊളിൻ്റെ ഫാക്ടറി ഉള്ള സ്ഥലമാണ്. ബ്ലാക്ക് ഊളിൻ്റെ ഫാക്ടറി എന്ന് പറഞ്ഞാൽ കറുത്ത ഊള് കൊണ്ടുള്ള വസ്ത്രം ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ പരിശുദ്ധാത്മാവ് പറയാണ് വെള്ള വസ്ത്രം എന്നിൽ നിന്ന് ധരിക്കുക എന്നുള്ള. എന്താണ് നീതിപ്രവൃത്തി? കർത്താവിനെ അറിഞ്ഞവരുടെ നീതിപ്രവൃത്തി. അങ്ങനെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ പ്രകാശം അവരുടെ മേൽ പ്രകാശിക്കട്ടെ എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. മാത്യു 5:16, മത്തായി 5:14 പറഞ്ഞ്, യു ആർ ക്രിയേറ്റഡ് ഫോർ ഗുഡ് വർക്ക്സ്. നന്മയ്ക്ക് വേണ്ടി, നീതി പ്രവർത്തിക്ക് വേണ്ടി നിങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നു, നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് എഫേസ്യർ 2:10 പറയുന്നു. ഇതെല്ലാം എന്താണ് കാണിക്കുന്നത്? കർത്താവിൻ്റെ നീതി ധരിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് നീതി ഉണ്ടാകുക എന്നുള്ള. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നിൽ നിന്ന് വെള്ളയുടുപ്പ് വാങ്ങണം. മൂന്നാമത് ഇവിടെ പറയുന്നത്, യു നീഡ് ക്രൈസ്റ്റ് റെസ്റ്റോറേഷൻ. ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് ആവശ്യമാവുന്നു. നിനക്ക് കാഴ്ചയില്ല, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപം എന്നിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുവാനായിട്ട് പറയുന്നു. കണ്ണിൽ നിന്ന് നിനക്ക് കാഴ്ചയില്ല, യു ആർ സ്പിരിച്വലി ബ്ലൈൻഡ്. നീ ഇപ്പോഴും കാണാൻ പറ്റുന്നില്ല. കർത്താവ് ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നാൽ ഈ വെളിച്ചം നിനക്കിന്ന് കാണാനായിട്ട് പറ്റുന്നില്ല എന്ന് നമുക്കിവിടെ ചിന്തിക്കണം. അതുകൊണ്ട് നിന്റെ കണ്ണിനെ കാഴ്ചയ്ക്ക് വേണ്ടി എന്നിൽ നിന്ന് ലേപം വാങ്ങുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്ന് നിനക്ക് ആവശ്യമാണ്. നിന്റെ ഉള്ളം കണ്ണ് തുറന്ന് ഈ കർത്താവിനെ കാണേണ്ട പോലൊന്ന് കാണുവാനായിട്ട്. 19-ാം വാക്യത്തിൽ വീണ്ടും പറയുന്ന കാര്യമാണ്, എൻ്റെ പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, ആകയാൽ മാനസാന്തരപ്പെടുക. ഇത് വലിയൊരു സബ്ജക്റ്റാണ്. അതിനെക്കുറിച്ച് ഇപ്പോഴും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, പിന്നെ പറയാം. ഇറ്റ്സ് എ ഗോഡ് ഡിസിപ്ലിൻ. ബാലശിക്ഷയെക്കുറിച്ചുള്ളൊരു ഭാവമാണ് ഇവിടെ പറയുന്നത്. ഞാൻ നിന്നെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, ആകയാൽ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ദ മോർ യു ആർ പ്രിവിലേജ്, ദ മോർ യു ആർ റെസ്പോൺസിബിൾ. നീ കൂടുതൽ നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ നീ ഉത്തരവാദിത്തമുള്ളവനാണ് എന്ന് മറന്നു പോരുത്. അതുകൊണ്ട് ഇന്ന് ദൈവം നിന്നെ വിളിക്കുകയാണ്. നിന്നെ കർത്താവിൻ്റെ വഴിയിൽ കൂടി, ആ കാഴ്ചയിൽ കൂടി നീ നടക്കുവാനായിട്ട് ദൈവം വിളിക്കുകയാണ്. ഈ ലവോദിക്ക സഭയുമായിട്ട് ചേർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഭാഗം നമ്മൾ വിട്ടുകളഞ്ഞാൽ അത് ശരിയാകുകയില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലുള്ള ചില റഫറൻസാണ് ഈ ലവോദിക്ക സഭ. നമുക്കറിയാം, പൗലോസ് ലവോദിക്കയ്ക്ക് ലേഖനം എഴുതിയതായിട്ടൊന്നും കാണുന്നില്ല. ലവോദിക്ക സഭയ്ക്ക് പ്രത്യേകിച്ച് ലേഖനം എഴുതിയിട്ടില്ല. പൗലോസ് എഴുതിയ ലേഖനം എഫേസ്യർക്ക് എഴുതിയ ലേഖനമാണ് ലവോദിക്കയ്ക്ക് വേണ്ടി വായിച്ചു കൊടുക്കുവാനായിട്ട് ഏൽപ്പിച്ചതെന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ, നിങ്ങളിൽ ഒരുത്തനായ ക്രിസ്തുയേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. നിങ്ങൾ തികഞ്ഞൊരു ദൈവത്തെ സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. നിങ്ങൾക്കും ലവോദിക്യർക്കും ഹിയരപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെട്ടു എന്നുള്ളതിന് സാക്ഷി. പിന്നെ നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവോദിക്ക സഭയിൽ കൂടി വായിപ്പിക്കുകയും ലവോദിക്കയിൽ നിന്നുള്ള അത് നിങ്ങളും വായിക്കുകയും ചെയ്യുവിൻ. അവിടെ എഴുതിയിട്ടുണ്ട് ഈ ലേഖനം ലവോദിക്ക സഭയ്ക്ക് വായിച്ച് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ലേഖനങ്ങൾ, ഇതിപ്പോൾ കൊലോസ്യാണ്, കൊലോസ്യർക്ക് എഴുതിയ ലേഖനവും എഫേസ്യർക്ക് എഴുതിയ ലേഖനവും ലവോദിക്ക സഭയ്ക്ക് വായിച്ചു കൊടുക്കാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തു എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. അതുപോലെ തന്നെ 17-ാം വാക്യത്തിൽ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അർഹിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണം എന്ന് പറവീൻ. അർഹിപ്പോസ് ആ സഭയുടെ എൽഡറായിരുന്നു. ഈ എൽഡർ ആ ശുശ്രൂഷ ലാഘവ ബുദ്ധിയോട് എടുത്തു കാണും. അതിനാലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണം എന്ന് പറവേൻ. എന്ന് പറഞ്ഞാൽ ലാഘവ ബുദ്ധിയോടുകൂടി എടുത്തൊരു ശുശ്രൂഷയാണത്. 34 വർഷം കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശു എഴുതിയ ഒരു ലേഖനം ആണ് ഇപ്പം നമ്മൾ അവർക്ക് വായിച്ചു കൊടുത്ത നേരത്തെയുള്ള വാക്യങ്ങൾ. ഇതല്ല റെവലേഷൻസ് 3-ൽ നിന്ന് വായിച്ചത്, ലവോദിക്ക സഭയോടുള്ള ദൂത്. അന്നേരം എന്താണ്? പത്യോപദേശം പിടിച്ചുകൊള്ളാതെ
അവർ ഡോക്ട്രിൻസ് പിടിച്ചുകൊള്ളാതെ അതിൽ നിന്ന് വാണ്ടറായി അല്ലെങ്കിൽ വേവറായി പോയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അവരെ ഉമിണ്ണ് കളയുമെന്ന് പറഞ്ഞത്, ഉഷ്ണവാനും ശീതവാനും അല്ലാതെ ഉമിണ്ണ് കളയുമെന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവസഭയുടെ ശുശ്രൂഷക്കാർ സ്ട്രോങ് ആയി തീരണം, നല്ല ഉറപ്പുള്ളവരായി തീരണം. അതുകൊണ്ട് ഈ നാളുകളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവസഭയുടെ ശുശ്രൂഷന്മാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ദൈവസഭയുടെ ശുശ്രൂഷ ലാഘവബുദ്ധിയിൽ ചെയ്യരുത്. അത് സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യണം. ഞാൻ 2-3 വാക്യം കൂടെ വായിച്ച് കേൾപ്പിക്കാം. 1 തിമോത്തിയോസ് 4:6 പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നതാണ്, ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിനും സതുപദേശത്തിൻ്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുയേശുവിന് നല്ല ശുശ്രൂഷകൻ ആകും. ദ വേർഡ്സ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് ഡോക്ട്രിൻ, ഇത് നീ വിശ്വാസത്തിൻ്റെ ഉപദേശം വചനപോഷണം ലഭിച്ച് നീ ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിക്കണം. ആ ഒരു വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. 2 തിമോത്തിയോസ് 3:14-15 വാക്യങ്ങളിൽ വീണ്ടും പറയുന്നു, നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുകയും ക്രിസ്തുയേശുവിനുള്ള വിശ്വാസത്തിൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത് ബാല്യം മുതൽ അറിയുകയും ചെയ്തുകൊണ്ട് പഠിച്ചും നിശ്ചയം പ്രാപിച്ചു ഇരിക്കുന്നതിൽ നിലനിൽക്കാം. ഇന്നവരോട് പഠിച്ചു എന്നോർക്കുകയും, പൗലോസിനോട് പഠിച്ച കാര്യങ്ങൾ അതുപോലെ അതിലെ നിശ്ചയം പ്രാപിച്ചും ഉറച്ചും ഇരിക്കുക എന്ന് പറയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷന്മാർ പഠിച്ച് നിശ്ചയം പ്രാപിച്ച് ഇത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും ആവശ്യമാണ്. സാധാരണ കാലം അന്ത്യത്തിലേക്ക് വരുമ്പോഴേ വിശ്വാസം ത്യജിച്ചു കളയുകയും തെറ്റായ ഉപദേശം പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. ശരിയായ ഉപദേശം പഠിപ്പിക്കണം. അതുകൊണ്ട് അർഹിപ്പോസ് നേരത്തെ പറഞ്ഞ കൊലോസ്യർ 4:17 ഒരു കോംപ്ലസൻസി അവരുടെ ഉള്ളിൽ വന്നു, ഒരു സംതൃപ്തി വന്നു, ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഉപദേശമൊന്നും പഠിപ്പിച്ചില്ല. പക്ഷെ എന്താ സംഭവിച്ചത്? കൃത്യതയിൽ ആ ദൈവത്തിൻ്റെ ആ കാര്യങ്ങൾ പറയാനായിട്ട് ചെയ്യാതിരുന്നപ്പോൾ ആ സഭ ഡ്രിഫ്റ്റ് ചെയ്തു പോയി, തെറ്റിലേക്ക് പോയി, അവർ ശീതോഷ്ണവന്മാരായി പോയി എന്ന് കാണുന്നു. ശീതോഷ്ണവന്മാരെന്ന് പറയുമ്പോഴേ ദർ ഇസ് നോ പവർ, ആത്മീയമായിട്ടുള്ളൊരു ധനമില്ലാതെ പോകുന്നു. ഫിലദൽഫിയ സഭയ്ക്ക് അത് ഉണ്ടായിരുന്നു, എന്നാൽ ആത്മീയമായിട്ടുള്ള ധനമില്ലാതെ പോകുന്നു, ഡീഗ്രേഡ് ചെയ്തു പോയി എന്ന് കാണുന്നു. നമുക്ക് വീണ്ടും റെവലേഷൻസിലേക്ക് തിരിച്ചു വരാം. അതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള 3 കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. 1, സാൽവേഷൻ അവർക്ക് ആവശ്യമാണ്. 2, അവർക്ക് ആവശ്യമുണ്ടായിരുന്ന വെള്ളയുടുപ്പ് നീതിപ്രവൃത്തി അവർക്ക് ആവശ്യമാണ്. 3, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർക്ക് ആവശ്യമാണ് കാഴ്ചയ്ക്ക്. ആദ്യം സാൽവേഷൻ അവരുടെ എന്താണ്, പൊന്ന് അവരുടെ റിച്ചസ് ആണ്. നഗ്നത മറയ്ക്കാനായിട്ട് റൈച്ചസ്നെസ്. 3, കാഴ്ച പ്രാപിക്കാനായി പരിശുദ്ധാത്മാ. ഇത് 3 അവർക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ളവരെ കർത്താവ് എന്ത് ചെയ്യും? ബാലശിക്ഷയിൽ കൂടി കടന്നും. എന്നാൽ ഇതൊക്കെ ചെയ്തിട്ടും നീ ഒന്നും അറിയാത്തവനായി ഇരിക്കുകയാണെങ്കിലും കർത്താവ് പറയുകയാണ്, കർത്താവ് താൻ വിശ്വസ്തനാണ്, തൻ്റെ പ്രോസസ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവൻ ഇപ്പോഴും വാതിക്കൽ നിന്ന് മുട്ടുന്നു, ഹൃദയത്തിൻ്റെ വാതിക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ഇതൊരു വലിയൊരു പ്രോമിസാണ്. കർത്താവ് ഇപ്പോഴും ഈ യുഗായുഗങ്ങളായി കർത്താവ് ഇപ്പോഴും ഈ ഗ്രേസ് പീരീഡിലും നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ നിന്ന് മുട്ടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ ഇപ്പോഴും കർത്താവിനെ തുറന്നു കൊടുത്തിട്ടില്ലേ? തുറന്നു കൊടുക്കാതെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ തുറന്നു കൊടുക്കണമേ. കർത്താവ് സോഫ്റ്റായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, ചെറിയ തോതിൽ നിങ്ങളോട് പറയുന്നുണ്ട്. കർത്താവ് നിന്നെ ഹൃദയങ്ങളുടെ വാതിലോട്ട് വന്നും പറയുകയാണ്, ഞാൻ മോനെ മകളെ നിൻ്റെ വാതിലൊന്ന്, ഹൃദയത്തിൻ്റെ വാതിലൊന്ന് തുറന്നു തരുമോ? ആ പിശാചിനുള്ള അതൊന്ന് മാറ്റിക്കളഞ്ഞിട്ട് എന്നെ ഒന്ന് സ്വീകരിക്കുമോ എന്ന് പറഞ്ഞ് ഇന്നും വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുമ്പോഴേ നമ്മളത് തുറന്നു കൊടുത്താൽ അവനുമായിട്ട് വലിയൊരു കമ്മ്യൂണിയൻ വരും. അങ്ങനെയുള്ളവരെ അവൻ ട്രെയിൻ ചെയ്ത് ബാലശിക്ഷയിൽ കൂടി കടത്തിപ്പോയി അവരെ ജയിക്കുന്നവരാക്കി മാറ്റി സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും എന്നാണ് പറയുന്നത്. അപ്പോഴേ അവർക്ക് ആ പവർ കിട്ടും. ഇത് കഴിഞ്ഞിട്ട് 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നു, വെളിപ്പാട് 4-ലേക്ക് ഇവിടെ കയറി വരിക എന്ന് പറയുന്ന ഒരു അനുഭവം. ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞാൽ എന്താണ് അത് കാണിക്കുന്നത്? അതൊക്കെ ഒത്തിരി മീനിങ് ഉണ്ട് അതിനകത്ത്. അറിയാതെയുള്ള റപ്ചറിനെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. കർത്താവ് വരുമ്പോഴേ അറിയാതെ രഹസ്യത്തിൽ എടുക്കപ്പെടുന്ന അനുഭവം, അതിലേക്ക് ഉള്ള ഒരു വലിയൊരു
പ്രവേശനം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അവനോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള വലിയൊരു അരുളപ്പാട്, അല്ലെങ്കിൽ വലിയൊരു ദൂതൊരു മെസ്സേജ്, എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ നിങ്ങളോടുകൂടെ ഇരിക്കും എന്നുള്ള വലിയൊരു മെസ്സേജ് ഇവിടെ കർത്താവ് തരികയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 7 സഭകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അവസാനത്തെ സഭ ലവോദിക്യ സഭ നമുക്ക് ഏറ്റവും മുമ്പിൽ നമ്മളായിരിക്കുന്ന രീതിയിലാകുന്നു. അവരുടെ 7 നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഹൃദയം ഇതുവരെയും ദൈവത്തിലില്ല പലരും, അതുകൊണ്ട് അവർക്ക് ന്യായവിധി ഉണ്ട് എന്ന് പറഞ്ഞു. ഉമിണ്ണ് കളയും എന്ന് പറഞ്ഞു. പ്രധാനമായും 3 കാര്യങ്ങൾ അവർ ചെയ്യണമെന്ന് പറഞ്ഞു. 1 സാൽവേഷൻ, 2 റൈച്ചസ്നസ്, 3 ഹോളി സ്പിരിറ്റ്. ഇത് 3ഉം ആവശ്യമാണെന്ന് പറഞ്ഞു. എന്നാൽ ഇതുവരെയും അത് കേൾക്കാതെ ഇരിക്കുന്നവരെ ഇപ്പോഴും കർത്താവ് അവരുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങളതൊന്ന് അക്സെപ്റ്റ് ചെയ്യുമോ? ചില ആളിലൊക്കെ ഇതൊക്കെ മറന്നുപോയി ഇരിക്കുക, ശീതോഷ്ണവന്മാരായിരിക്കുക. അവരോട് പറയുന്ന ഇതാണ്, ഞാൻ നിങ്ങളെ ഉമിണ്ണ് കളയും എന്ന് പറയുന്നു. ന്യായവിധി നിങ്ങൾക്ക് വരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ദൈവത്തിലേക്കൊന്ന് തിരിച്ചു വരുമോ? നിങ്ങളുടെ വീണതെന്തെന്ന് മനസ്സിലാക്കി അതിലേക്കൊന്ന് തിരിച്ചു വരുമോ? തീർച്ചയായും ഇത് ദൈവം നമ്മൾക്ക് വലിയ അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും വചന കേൾവിയിൽ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് തീർച്ചയായും ഇത് കേൾക്കുന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെടും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ്. ഇത് വായിച്ചു കൊടുക്കുന്നവരും കേൾക്കുന്നവരും ഒക്കെ അനുഗ്രഹിക്കപ്പെടും. അവിടെ നിങ്ങൾ ഇത് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും, അവരും അനുഗ്രഹിക്കപ്പെടും. അവിടെ ഇത് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് തുടർന്നും കേൾക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിലുള്ള പ്രോമിസാ കർത്താവേ, ഒരുവൻ ക്രിസ്തുവിലായെങ്കിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ അവൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു എന്നുള്ള ചിന്ത അവരെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയിക്കുന്നവന് അവനോടുകൂടെ ഇരിക്കാനുള്ള വരം തരും എന്ന് പറഞ്ഞല്ലോ കർത്താവേ. ഇന്ന് നീ ഹൃദയത്തിൻ്റെ വാതിൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും കർത്താവേ ഇത് സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് ഈ രാത്രിക്കാലം സ്വീകരിപ്പാൻ സഹായിക്കണമേ. ഹൃദയത്തിൻ്റെ മാനസികമായിട്ടുള്ള പിരിമുറുക്കം, പീഡയിലിരിക്കുന്ന ചിലരുണ്ട്. അവർ കർത്താവിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിശാച് ഇന്ന് അവരെ പല രീതിയിൽ പിശാച് കർത്താവിനെ അറിയാതിരിക്കാൻ വേണ്ടി അവരുടെ ഹൃദയത്തെ ഇന്ന് കുരുടാക്കി കളഞ്ഞിരിക്കുക. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ റിലീസ് നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികമായിട്ടുള്ള എല്ലാ വൈകൃതങ്ങളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ പൊട്ടട്ടെ, റിലീസാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവമേ, നിൻ്റെ വലിയ റിലീസ് എന്ന് അവർ അനുഭവിപ്പാൻ സഹായിക്കണമേ. മാനസികമായിട്ടുള്ള പ്രയാസങ്ങളെ കർത്താവേ, ആത്മഹത്യ പ്രവണതകൾ വന്നിരിക്കുക, ഇനി എന്തിനും ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളെ കർത്താവെ, ഇന്ന് ഉറക്ക ഗുളികകളിലൊക്കെ ഉറങ്ങുന്ന ചില വ്യക്തികളെ കർത്താവെ ഇത് ദർശിക്കുന്നുണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. ഇന്ന് വലിയ റിലീസ് യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വന്നു ചേരുമെന്ന് ഞങ്ങളെ പ്രഖ്യാപിക്കുന്നു. ദൈവത്തിൻ്റെ ദൂത് ഇന്ന് ശക്തമായ ഹൃദയങ്ങളിലേക്ക് ചെല്ലട്ടെ. ഹല്ലേലൂയ. വലിയ രൂപാന്തരം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളെല്ലാം കൂട്ടിക്കൊള്ളുന്ന, ചേർത്തുകൊള്ളുന്ന ദൈവമാണ്. ആ വിശ്വസ്തയിൽ നിന്ന് ജീവിപ്പാനായിട്ട് ഞങ്ങളെയൊക്കെ സഹായിക്കണമേ. എല്ലാ രോഗത്തിലും, മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള എല്ലാ രോഗത്തിൽ നിന്നും വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം, അനുഗ്രഹിച്ച സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. തുടർന്ന് നിങ്ങൾ വാച്ച് ചെയ്യണം. പ്രയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.